മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇത് കേട്ടോ? മഞ്ജുഷിൽ നിന്ന് ഇതൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഒരു മാസത്തിനിടെ 4 ആഴ്ചക്കിടെ ഇപ്പോൾ 3 പാർട്ടികളാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിളർപ്പിലൂടെ ഇന്ത്യ സഖ്യത്തിലെ അംഗബലം കുറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് NDAയുടെ അംഗബലം കൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഓപ്പറേഷൻ 3-2 അല്ലെങ്കിൽ ഓപ്പറേഷൻ പിളർത്തൽ ഇത് എത്രമാത്രം വിജയിക്കുമെന്നാണ് അറിയുവാനുള്ളത്. ഇത് ഇങ്ങനെയൊരു ഓപ്പറേഷന് BJP മുന്നോട്ടിറങ്ങുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വനിതാ സംവരണ ബിൽ നടപ്പാക്കുക എന്നുള്ളതാണ്, പാസ്സാക്കിയെടുക്കുക ലോക്സഭയിൽ എന്നുള്ളതാണ്. രാജ്യസഭയിൽ ഇത്രയും ബുദ്ധിമുട്ട് NDA സഖ്യത്തിന് ഇല്ല. ഇപ്പോൾ തന്നെ 150 അംഗങ്ങളുടെ പിന്തുണ NDA സഖ്യത്തിന് രാജ്യസഭയിലുണ്ട്. 164 അംഗങ്ങളുടെ പിന്തുണയാണ് 3-2 ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിപ്പോൾ നിലവിൽ പല സംസ്ഥാനങ്ങളിലും രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിലവിൽ അംഗസംഖ്യ കൂട്ടുവാനായിട്ട് കഴിയുന്നുമുണ്ട് BJPക്ക്. അതിനാൽ തന്നെ രാജ്യസഭയിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പക്ഷേ ലോക്സഭയിൽ ഇനിയും 41 അംഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ജനവിധിയിലൂടെ അല്ല 3-2 ഭൂരിപക്ഷത്തിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ പാർട്ടികളുടെ പുനഃക്രമീകരണത്തിലൂടെ അവരെ പിളർത്തിക്കൊണ്ടുള്ള ഈ തന്ത്രം അത് എത്രമാത്രം വിജയിക്കും? നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ വളരെ നിലവാരമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഈ പറയുന്ന മഞ്ജുഷ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം അബദ്ധം തന്നെയാണ്, അങ്ങേയറ്റത്തെ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് ഈ പറയുന്ന മഞ്ജുഷിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. NDA 3-2 ഭൂരിപക്ഷത്തിലേക്ക് ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഇവിടെ ജനാധിപത്യത്തിന് ഹിതമാണോ, ഇത് ജനാധിപത്യ വിരുദ്ധമാണോ എന്നൊക്കെ, ഇത് ജനഹിതമല്ല എന്നൊക്കെ വിളിച്ചു പറയാൻ ഒരു കാരണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാവട്ടെ, BJPയുടെ നേതൃത്വത്തിലുള്ള NDA ആവട്ടെ, 2 മുന്നണികളും ആളെ കൂട്ടാൻ അവർ പരമാവധി രാജ്യത്തെ നിയമത്തിനുള്ളിൽ നിന്ന് ശ്രമിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിലവിൽ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് NDA ഈ 293 സീറ്റിൽ നിന്ന് 319 എത്തിയിരിക്കുന്നു. 319 സീറ്റിലേക്ക് NDA എത്തി. അതേസമയം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി 183 തകരുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 234 നിന്ന് 183 അടപടലം തകർന്നു എന്നുള്ളതാ. ഇത് യഥാർത്ഥത്തിൽ BJP എന്തോ കുതന്ത്രം ചെയ്തതാണോ, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേടാണോ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ബോധമുള്ള CPM-കാർ പോലും, അത് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരേ സ്വരത്തിൽ പറയും അത് രാഹുൽ ഗാന്ധിയുടെ നെറുകേടാണ്, പിടിപ്പുകേടാണ്. ഇത് BJP എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഈ രാഹുൽ ഗാന്ധിയുടെ വിവരക്കേടും മണ്ടത്തരവും അധികാരമോഹവും കൊണ്ടാണ് ഇത്തരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തകർന്ന് തരിപ്പണായത്. BJP ഓരോ തരത്തിലും ഒരു രീതിയിലും ഒരു കടന്നുകയറ്റവും ഒരു പാർട്ടിയിലേക്കും ചെയ്തിട്ടില്ല. വളരെ ലളിതമാണ്. DMKയുടെ അവസ്ഥ എന്താ? ഇന്ന് DMKയുടെ ഈ പറയുന്ന MP-മാർ മാറി നിൽക്കുക, 22 MP-മാരെ മാറി നിൽക്കുക. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി DMKയോട് നെറുകേട് ചെയ്തു, കൊടും ചതി ചെയ്തു. DMKയുടെ കൊടിയും പൊക്കി പിടിച്ച് വോട്ടും വാങ്ങി റിസൾട്ട് വന്ന സമയത്ത് DMKയുടെ നേരെ എതിരാളിക്കൊപ്പം പോയിട്ട് മന്ത്രിസ്ഥാനം വാങ്ങി, 1-2 മന്ത്രിസ്ഥാനവുമായി അവിടെ അധികാരത്തിൽ തുടരുക. ഈ പറയുന്ന ഇതിൽ BJPക്ക് എന്ത് റോളാണ്? BJP എന്തെങ്കിലും ഇതിൽ ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. DMKയെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു, DMK തിരിച്ചു പണിതു. 22 MP-മാർ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ നിന്ന് മാറി. ഇനി നേരെ ബംഗാളിലേക്ക് എത്തിയാൽ അവിടെ BJP എന്തു ചെയ്തു എന്നാ പറയുന്നത്? BJP ജനാധിപത്യപരമായിട്ട് ബംഗാളിൽ വിജയിച്ചു, വിജയക്കൊടി പാറിച്ചു. അവിടെ രാഹുൽ ഗാന്ധി എന്ത് തരികയാണ് ചെയ്തത്? രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിലുടനീളം വിളിച്ചു പറഞ്ഞത് ബംഗാളിനെ വർഗീയമായിട്ട് ഭിന്നിപ്പിക്കുന്നത് മമതാ ബാനർജിയാണ്. ബംഗാളിൽ ഉടനീളം ഗുണ്ടാപ്പണി എടുക്കുന്നത് ഈ പറയുന്ന മമതാ ബാനർജിയുടെ നേതൃത്വത്തിലാണ്. മമത ഭരിക്കുന്ന ബംഗാളിൽ സമാധാനമില്ല, മമത ഗുണ്ടകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയ. സ്വന്തം മുന്നണിയിലെ നേതാവ് പറയുമ്പോ അതിലുള്ള MP-മാർക്ക് ബോധമുള്ളവർക്ക്
മമത ഇപ്പയും പോയിട്ട് അവിടെ മീറ്റിങ്ങിന് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ബോധമുള്ള 20 MP-മാര് നേരെ ചാടി, നേരെ മാറി. അത് BJP-യിലെ എൻഡിഎയുടെ ഭാഗമായി. അതും ഈ പറയുന്ന BJP എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന മമതക്കെതിരെ അത്രയും പറഞ്ഞ് മമതയെ പരാജയപ്പെടുത്തിയിട്ടോ? മമത ഇപ്പയും പോയിട്ട് രാഹുൽ ഗാന്ധിയുടെ മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മമതയുടെ നിലവാരമില്ലായ്മ. അതേപോലെയാണോ മറ്റ് MP-മാര്? ഈ പോയിട്ടുള്ള ഒരു MP-മാരും രാജ്യത്തെ ഒരു നിയമവും എതിർത്തിട്ടില്ല. ഇനി ഉദ്ധവ് താക്കറെയുടെ വിഷയം എടുത്താൽ, അങ്ങനെ രാജ്യത്ത് ഇന്ന് NDAക്കൊപ്പം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു MP പോലും വന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും പിറകെ പോയി നോക്കിയാൽ BJPക്ക് അതിൽ റോളില്ല. റോളുള്ളത് മൊത്തം രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി അവർക്ക് പണിതിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സമയത്ത്. ഇനി BJP വാങ്ങിയോ എന്നൊക്കെ പറയാൻ ഇതെന്താ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി OLXോ? വിൽപ്പനയ്ക്ക് വെച്ചിട്ട് ഇവിടുന്ന് വിൽപ്പനക്ക് ആളെ വെച്ചാൽ വാങ്ങും താല്പര്യമുള്ള ആളുകൾ. അതൊരു യാഥാർത്ഥ്യ. വിൽപ്പനക്ക് നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ വെച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ള ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് വില കൊടുത്തു വാങ്ങൂ. നിങ്ങളുടെ ഈ പറയുന്ന ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ MP-മാര് വിശ്വാസമുള്ള കുറച്ച് ആളുകളെ മത്സരിപ്പിക്കാൻ പോലും കോൺഗ്രസിനെ കൊണ്ട് ആവുന്നില്ലേ? ഈ പറയുന്ന ഈ കുറെ പാർട്ടികളുടെ ആർക്കും ആവുന്നില്ലേ? സ്വന്തം നേതാവിനോട് വിശ്വാസമുള്ള അപ്പോഴേക്ക് ചാടി പറയും, ഓ ED-യുടെ ഉപയോഗം. അതായത് മടിയിൽ കനമില്ലാത്ത ആളുകളെ മത്സരിപ്പിക്കാൻ പോലും ഇന്നും ഈ പറയുന്ന കോൺഗ്രസിനോ ഈ പറയുന്ന ഒരു പാർട്ടിക്കും സാധിക്കുന്നില്ലേ? ഇത് ഈ പറയുന്ന BJPയോ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒരു കുതന്ത്രവും ചെയ്തിട്ടല്ല. രാഹുൽ ഗാന്ധിയുടെ നെറുകേടും കൊടും ചതിയും കൊടും വഞ്ചനയും കാരണം അവിടെയുള്ള MP-മാർ ഇങ്ങോട്ടേക്ക് വരുന്നു. അത് ഒരു തരത്തിലും രാജ്യത്തെ നിയമത്തെ എതിർക്കൊന്നുമില്ല. പിന്നെ ഈ കോൺഗ്രസ് ആണോ ഈ രാജ്യത്തെ നിയമവും ഈ രാജ്യത്തെ ജനാധിപത്യമൊക്കെ പറയാൻ അർഹതയുള്ളവർ? അടിയന്തരാവസ്ഥയിലേക്കൊന്ന് പോയി നോക്കണോ? സഭകളുടെ 6 വർഷത്തേക്ക് പോലും സഭയെ നീട്ടി ഭരണഘടന തിരുത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ തേടിപ്പിടിച്ച് ജയിലിലടച്ചോ. അങ്ങനെ എന്തൊക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ ചെയ്തതിന്റെ 100-ൽ 1 അംശം പോലും ഇന്നും ഒരു പാർട്ടിയും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്ത നെറുകേടിനോളം ഈ രാജ്യത്തെ മറ്റൊരു പാർട്ടിയും ഇന്നേ വരെ 1 അംശം പോലും ചെയ്തിട്ടില്ല. അത്രത്തോളം ക്രൂരത അടിയന്തരാവസ്ഥയൊക്കെ നടത്തി കോൺഗ്രസിന് എന്ത് ജനാധിപത്യം? ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഇവിടെ ഒരു മാധ്യമവും ചർച്ച ചെയ്യില്ല. കോൺഗ്രസിന്റെ നെറുകേടുകളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യില്ല. രാഹുൽ ഗാന്ധിയുടെ നെറുകേട് കൊണ്ട് അവിടുന്ന് 4 MP-മാർ ഇങ്ങോട്ടേക്ക് ചാടി വന്നു കഴിഞ്ഞാൽ, അല്ല, ലളിതമായൊരു ചോദ്യം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ഒരു MLA സ്ഥാനം പോലും ഇല്ലാത്ത ഒരാള് UDF-ലേക്ക് അങ്ങ് പോയപ്പോഴേക്ക്, BJP-യിൽ നിന്ന് പോയപ്പോഴേക്ക് ജനാധിപത്യത്തിന്റെ അങ്ങേയറ്റത്തെ പറയുന്നില്ല. അത്രയും കോപ്പുമൊക്കെ പിടിച്ച് ഇവിടെ ജനാധിപത്യം പറഞ്ഞ് അതേ ആളുകൾക്ക് എന്തുകൊണ്ടാണ് തിരിച്ച് BJP-യിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ജനാധിപത്യം പറയാൻ സാധിക്കാത്തത്? ലളിതമായ ചോദ്യമോ? അങ്ങോട്ട് മാത്രം പോരാ, 2 ഭാഗത്തേക്കും പോകുമ്പോ ഒരേപോലെ സംസാരിക്കാൻ സാധിക്കണോ? ഞാനൊരു കാര്യം എടുത്തു പറയുന്നു. 3-ൽ 2 ഭൂരിപക്ഷത്തിലേക്ക് BJP NDA കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞതാ. അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്നത് എടുത്ത് രാഹുൽ ഗാന്ധി തന്നെ മണ്ടത്തരം ചെയ്തോളും, നെറുകേട് ചെയ്തോളും, കൊടും ചതി ചെയ്തോളും. അത് രാഹുൽ ഗാന്ധി മുതൽ പിറകോട്ടുള്ള അവരുടെ കുടുംബം രാജ്യത്തോട് ചെയ്തത് എടുത്തു നോക്കിയാൽ അവർ തമ്മിൽ തല്ലുകൂടിയൊക്കെ എത്ര കഥകൾ ഇതൊക്കെ അറിയുന്നേ. അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ 3-ൽ 2 ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന്. അത് കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരിക്കുക. ഇതിൽ BJP എന്തോ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്നൊന്നും ലേശമെങ്കിലും അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയരുത്. CPM-കാര് പറയൂല, ബോധമുള്ള ഒരു മനുഷ്യനും പറയൂല. കാരണം രാഹുൽ ഗാന്ധി അത്രത്തോളാണ് സ്വന്തം മുന്നണിയിലെ ആളുകൾക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. അല്ല, ഇവിടെ BJP എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുമ്പോ ഇതിനെ സകല ആളുകളും കൂടിയല്ല എതിർക്കുന്നത്. കോൺഗ്രസ്, CPM, ഈ പറയുന്ന മുസ്ലിം ലീഗ്, പറയുന്ന തൃണമൂൽ, ഈ പറയുന്ന അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, ഇത്ര സകലരും ഈ ടീമൊക്കെ തന്നെ തമ്മിൽ തല്ലുക. അപ്പൊ ഇത് ജനാധിപത്യ വിരുദ്ധതയെ, ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലൊന്നല്ലേ? ഈ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും പാമ്പുകീരും. നേരെ പോയി കഴിഞ്ഞാൽ ബംഗാളിൽ മമതയും ഈ പറയുന്ന കോൺഗ്രസും പാമ്പുകീരും. ഇത് ഉത്തർപ്രദേശിലെത്തിയാൽ അഖിലേഷ് യാദവും കോൺഗ്രസും കണക്കാണ് അവരുടെ അടിയും.
എന്നിട്ട് ഇവരൊരു BJP വിരുദ്ധതയും പറഞ്ഞ് BJPക്കെതിരെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നതൊന്നും ജനാധിപത്യത്തിന് ഒരു വിരുദ്ധതയും തോന്നില്ലേ? ഒരു കശാപ്പ് ചെയ്യുന്നതായിട്ടും തോന്നില്ലേ? ഇതൊന്നും തോന്നാത്ത ഒരാളും ഇപ്പുറത്തേക്ക് 4 ആള് വരുമ്പോ അതിനെ ജനാധിപത്യ വിരുദ്ധതയൊന്നും പറഞ്ഞു വരാൻ ഒരു അർഹതയുമില്ല എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയുക.